ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഹീമാൻ 90s കിഡ്സിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സൂപ്പർ ഹീറോയാണ് ഹീമാൻ. ഹീമാന്റെ ഒരു ലൈവ് ആക്ഷൻ മൂവി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എന്റെ ചെറിയ പ്രായത്തിൽ ഹീമാന്റെ കാർട്ടൂണുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. ക്യാരക്ടേഴ്സിന്റെ പേരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ. എന്തായാലും ഹീമാൻ മാസ്റ്റേഴ്സ് ഓഫ് യൂണിവേഴ്സ് ഈ സിനിമയുടെ കഥ എന്തായാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ പോകാം എറ്റേണിയ എന്ന ആ മാജിക്കൽ വേൾഡിലേക്ക്. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു വോയിസ് ഓവറിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. ചെറുപ്പത്തിൽ നിങ്ങളുടെ അച്ഛനും അമ്മയെല്ലാം നിങ്ങൾക്ക് പല കഥകളും പറഞ്ഞു തന്നിട്ടുണ്ടാവും. മായാജാലങ്ങളും മന്ത്രങ്ങളും ഇതെല്ലാം നിറഞ്ഞ ഒരു ഫാന്റസി വേൾഡിനെ കുറിച്ച്. അത്ഭുതകരമായ പലതും ആ ലോകത്തുണ്ടാവും. എന്നാൽ നിങ്ങളെല്ലാം വിചാരിക്കുക അത് വെറും സങ്കല്പമാണെന്നല്ലേ. എന്നാൽ എനിക്ക് അങ്ങനെയല്ല, ഇതൊന്നും സങ്കല്പമല്ല. അങ്ങനെ ഒരു നാടുണ്ട്. ആ നാടിന്റെ പേരാണ് എറ്റേണിയ. ആ നാടിന് ഒരു രാജാവുമുണ്ട്, രാജ്ഞിയുണ്ട്. മാത്രമല്ല എറ്റേണിയ എന്ന ആ രാജ്യത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു കോട്ടയാണ്, ഗ്രേസ്കൽ കോട്ട. അത് കാക്കുന്നതിനായിട്ട് ഒരു മന്ത്രവാദിയുണ്ട്. എന്നാൽ അത്രയും വലിയ ശക്തി ആ കോട്ടയിൽ സൂക്ഷിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് കരുതിയിട്ട് അതിന്റെ ശക്തി മുഴുവനും ഒരു വാളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ വാൾ ഉപയോഗിക്കാൻ കഴിയുന്നവൻ ഒരു ഗോഡ് ലെവൽ പവറുള്ള ആളായിട്ട് മാറും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ എറ്റേണിയ ഉണ്ടല്ലോ, അത് എന്റെ നാടാണ്. ആ നാടിന്റെ രാജകുമാരനായ ആദമാണ് ഞാൻ. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് എറ്റേണിയയിൽ താമസിക്കുന്ന അവിടുത്തെ രാജകുമാരിയായിട്ടുള്ള ക്യൂൻ മെർലിനെയും അതുപോലെ തന്നെ അവരുടെ മകനായിട്ടുള്ള ആദത്തിനെയാണ്. ആദം ഇപ്പൊ ചെറിയൊരു കുട്ടിയാണ്. അതുപോലെ ആദം അവന്റെ അമ്മയോട് ഇപ്പൊ ഒരു പരാതി പറയുന്നുണ്ട്. അമ്മേ, അച്ഛൻ എപ്പോ നോക്കിയാലും എന്നെ കൊണ്ട് പരിശീലിപ്പിക്കാൻ നോക്കുകയാണ്. എനിക്ക് എപ്പോഴും ഈ ഫൈറ്റ് ഇതൊക്കെ കേട്ട് കേട്ട് മടുത്തു എന്ന് പറയാണ്. എന്നാൽ അവന്റെ അമ്മ പറയണ, മോനെ അങ്ങനെയല്ല, ഭാവിയിൽ ഈ രാജ്യത്തെ കാക്കേണ്ട രാജാവ് അത് നീയല്ലേ. അതുപോലെ തന്നെ നീ ഒരു യോദ്ധാവായാൽ മാത്രമേ ഭാവിയിൽ നിനക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടല്ലേ നിന്റെ അച്ഛൻ ഇത്ര നല്ല രീതിയിൽ നിന്നെ പരിശീലിപ്പിക്കാൻ നോക്കുന്നത്. പക്ഷേ നമ്മുടെ ആദത്തിന് ഇതൊന്നും ഇഷ്ടമാവുന്നില്ല. ഇതേ നേരം തന്നെ അവന്റെ കൂട്ടാളിയായിട്ടുള്ള സംസാരിക്കുന്ന ഒരു കുഞ്ഞി പുലിയുണ്ട്. അത് കിടന്ന് ചിരിക്കുകയാണ്. ഒരു പേടിത്തൊണ്ടനായ ഒരു പാവം പുലിയാണത്. ഇതേ നേരം തന്നെ എറ്റേണിയയുടെ പടനായകനും അതുപോലെ തന്നെ പരിശീലകനുമായിട്ടുള്ള ഡുക്കാനെ കാണിക്കുകയാണ്. അവിടെ കുറെ കുട്ടികളുണ്ട്. ആ കൂട്ടത്തിൽ അയാളുടെ മകളായിട്ടുള്ള ടീലയുണ്ട്. ടീല അത്യാവശ്യം നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന നല്ല സ്കില്ലായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. എന്നാൽ ആ കൂട്ടത്തിലാണ് നമ്മുടെ ആദോ ഉള്ളത്. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അത് നമ്മുടെ ആദാണ്. ഈ പടനായകനായിട്ടുള്ള ഡുക്കാൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകൾ ടീലയ്ക്ക് വരെ ഏകദേശം ഒരു 13 വയസ്സുണ്ട്. അവളാണ് ഈ കഥയിലെ ഹീറോയിനും. എന്തായാലും ഇവരവിടെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് രാജാവായിട്ടുള്ള റാൻഡോർ അങ്ങോട്ടേക്ക് വരുന്നത്. വേഗം തന്നെ ഡുക്കാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഇപ്പൊ രാജാവ് ചോദിക്കുകയാണ്, അല്ല എന്റെ മകൻ ആദം അവൻ എങ്ങനെ നന്നായിട്ട് പരിശീലിക്കുന്നുണ്ടോ? അപ്പൊ ഡുക്കാൻ പറയണം, മോശമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പരിശീലിക്കുന്നുണ്ട്. ഇപ്പൊ രാജാവ് ചെറിയൊരു പുച്ഛ ഭാവത്തിൽ ചോദിക്കുകയാണ്, ദാ ഇങ്ങനെയാണോ എന്റെ മകൻ പരിശീലിക്കുന്നത്? നോക്കുമ്പോ എന്താ ഒരു വടിയും പിടിച്ച് നമ്മുടെ ആദം ഒറ്റയ്ക്ക് വെറുതെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മിഴി മുന്നക്കൊണ്ടെന്റെ നെഞ്ചിലൊരു ബല്ലേ ബല്ലേ ആ ഹൊഹോയ് ആ ഹൊഹോയ്. എന്തായാലും ഇത് കണ്ട് രാജാവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കുമല്ലേ അവൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഡുക്കാൻ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അവൻ ചെറിയൊരു കുട്ടിയല്ലേ, കുറച്ച് സമയം കൊടുക്ക്. എന്ത് സമയം കൊടുക്കാൻ? കൊടുക്കേണ്ട പരിശീലനം കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് രാജാവ് വാളെടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്റെ പ്രഹരത്തെ തടുക്കെന്ന് പറഞ്ഞിട്ട് രാജാവിന്റെ ആ ഒരു വാള് കൊണ്ട് അവനെതിരെ ഫൈറ്റ് ചെയ്യാണ്. ഒരു കുട്ടിയാണെന്ന് പോലും നോക്കാതെ 10 വയസ്സുള്ള ആ കുട്ടിക്ക് രാജാവിന്റെ വാൾപ്പയറ്റിനെ എതിർക്കാൻ കഴിയും. അവൻ താഴെ വീഴുകയാണ്. ഇപ്പൊ താഴെ വീണ ആദത്തിനോട് രാജാവ് പറയുന്നുണ്ട്, നിനക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ നീ ഈ രാജ്യത്തിന്റെ രാജാവുള്ളൂ. ഇനി കഴിവില്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവനായിട്ട് നീ പുറത്തിരിക്കേണ്ടി വരും. എന്റെ മകനാണെന്ന് കരുതിയിട്ട് നീ രാജാവാകുമൊന്നുമില്ല. ഇത് പറഞ്ഞ രാജാവ് റാൻഡൽ ഭയങ്കര ദേഷ്യത്തിൽ അവിടുന്ന് പോവാണ്. രാജാവ് പോയി കഴിഞ്ഞപ്പോൾ ഡുക്കാൻ വന്നിട്ട് പറയണ, ആദം പോട്രാ, വിഷമിക്കേണ്ട. ഇപ്പൊ ആദം പറയണ, മതി എനിക്ക് മടുത്തു ഇതൊക്കെ. ഭയങ്കര സങ്കടത്തിൽ അവൻ അവിടുന്ന് പതിയെ നടന്നു പോവാണ്. കുറച്ച് അപ്പുറത്തായിട്ട് ഈ എറ്റേണിയ എന്ന് പറഞ്ഞ ഈ രാജ്യത്തിന്റെ ശക്തിയായിട്ടുള്ള ആ ഗ്രേസ്കൽ കോട്ട കാണുന്നുണ്ട്. അവൻ അങ്ങോട്ടേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് ടീല വരുന്നുണ്ട് കേട്ടോ. ടീല വന്നിട്ട് പറയണ, എന്താണ് ആദം, വിഷമത്തിലാണോ? അച്ഛൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്? എന്നാ ആദം പറയണ, ഹേയ് അതൊന്നുമല്ല, അച്ഛൻ എന്നോട് എന്തോ വല്ലാത്തൊരു ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ്. എന്തായാലും ഇവർ രണ്ടുപേരും നോക്കി നിൽക്കെ ഈ ഗ്രേസ്കൽ കോട്ടയുടെ ഉള്ളിൽ നിന്നും ആ മന്ത്രവാദി പുറത്തേക്ക് വരുന്നുണ്ട്. അവരങ്ങനെ എപ്പോഴൊന്നും വരാറില്ല, വല്ലപ്പോഴേ വരാറുള്ളൂ. അതുകൊണ്ട് ആദം അതുപോലെ തന്നെ ടീല രണ്ടുപേരും ഞെട്ടി അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണ് ശത്രുക്കളുടെ ഫൈറ്റർ ഷിപ്പുകൾ അങ്ങോട്ടേക്ക് വരുന്നത്. അവര് തുരുതുരാന്ന് പറഞ്ഞിട്ട് വെടിവെക്കാൻ തുടങ്ങുകയാണ്. വേഗം തന്നെ ടീലയും ആദവും ഓടി ചെല്ലുന്നത് ഡുക്കാന്റെ അടുത്തേക്കാണ്. ഡുക്കാൻ വേഗം തന്നെ അവരെയും കൂട്ടിയിട്ട് റാണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് റാണിയെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഗ്രേസ്കൽ കോട്ടയിലേക്ക് മാറ്റാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ശത്രുക്കൾ വന്ന ഉടനെ തന്നെ അവിടുത്തെ കാവൽക്കാരായിട്ടുള്ള കുറേയധികം പോരാളികൾ കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതിൽ പ്രധാനിയായിട്ട് ഒരു 3 പേരുണ്ട്. ഇരുമ്പ് കൈയായിട്ടുള്ള ഒരുത്തൻ, അവന്റെ പേര് ഫിസ്റ്റോ എന്നാണ്. ഭയങ്കര ശക്തിയാണ്
ആണ് അവന്. അതുപോലെ തന്നെ ഒരു സ്പ്രിങ് കാലും ഇരുമ്പിന്റെ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഒരുത്തനെ കണ്ടില്ലേ, ഇവൻ ചാടിപ്പോയി ശത്രുക്കളുടെ ഇടയിലേക്ക് ഒരു നിർത്താണ്. എന്നിട്ട് തല വെച്ചൊരു ഇടിയുണ്ട്. ആ ഇടിയിൽ എല്ലാം തെറിച്ചു പോകുന്നുണ്ട്. ഇവന്റെ പേര് റാംമാൻ എന്നാണ്. അതുപോലെ തന്നെ ശരീരം മുഴുവൻ ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആകാൻ കഴിയുന്ന, തലയെല്ലാം സ്പ്രിങ് പോലെ നീട്ടി ശത്രുക്കളെ നേരിടാൻ കഴിയുന്ന ഒരുത്തിനുണ്ട്. അവന്റെ പേര് മെക്കാനിക്കോ എന്നാണ്. എന്തായാലും ഇവരെക്കാളൊക്കെ നന്നായിട്ട് പോരാടുന്ന ആള് നമ്മുടെ പടനായകനായിട്ടുള്ള ഡുക്കാൻ തന്നെയാണ്. സോ ഓരോരുത്തരായിട്ട് ശത്രുക്കളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്നും അതിൽ പ്രധാനിയായിട്ടുള്ള ഒരുത്തൻ വരുന്നത്. ഇവന്റെ പേര് ട്രാപ്പ് ജോ എന്നാണ്. ഇവന്റെ താടിയിൽ കണ്ടോ, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ഇവന്റെ കൈക്കും ഒരു പ്രത്യേകത ഉണ്ട്, അതും ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അവൻ വിചാരിക്കുന്ന രീതിയിൽ ആ ഇരുമ്പിന് ഒരു ആയുധമാക്കി മാറ്റാൻ കഴിയും. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഈ ട്രാപ്പ് ജോയിനെ എതിരിടുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഡുക്കാനാണ്. നല്ല രീതിയിൽ തന്നെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവനെ തോൽപ്പിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഈ സമയത്താണ് രാജാവും രാജ്ഞിയും അതുപോലെ തന്നെ നമ്മുടെ ആദവും അതിലൂടെ രക്ഷപ്പെട്ടു പോകുന്നത്. സോ അവർക്ക് രക്ഷപ്പെടാനായിട്ട് നല്ലൊരു സാഹചര്യം ഡുക്കാൻ ആക്കി കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പിന് ഈ ട്രാപ്പ് ജോ അവന്റെ ദേഹത്തേക്ക് ഷൂട്ട് ചെയ്യാണ്. അതിൽ ഡുക്കാൻ തെറിച്ചു പോയി വീഴാണ്. മാത്രമല്ല ഈ ട്രാപ്പ് ജോ അവിടെ ഒരു ബോംബും വെച്ച് പോകുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് രാജാവിനും രാജ്ഞിക്കും അതുപോലെ തന്നെ ആദത്തിനും രക്ഷപ്പെടാൻ പറ്റി. എന്നാൽ ഇതേ നേരം തന്നെ ഈ ഡുക്കാന്റെ മകളായിട്ടുള്ള ടീല അങ്ങോട്ടേക്ക് വരികയാണ്. ടീല വേഗം തന്നെ ഡുക്കാനുമായിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു ബോംബ് പൊട്ടി. രണ്ടുപേരും അപ്പൊ തന്നെ മുകളിൽ നിന്നും താഴേക്ക് വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയാണ്. ഇതേ നേരം തന്നെ രാജാവും രാജ്ഞിയും നമ്മുടെ ആദവും കൂടെ ആ ഒരു ഗ്രേസ്കൽ കോട്ടയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴേക്കും അവിടെ ശത്രുക്കൾ വളയാണ്. ഇപ്പോഴാണ് പ്രധാന വില്ലനായിട്ടുള്ള സ്കെലറ്റോൺ അങ്ങോട്ടേക്ക് വരുന്നത്. മുഖം വ്യക്തമായി കാണാൻ കഴിയാത്ത ഒരു അസ്ഥികൂട മുഖമുള്ള ഒരുത്തനാണ് ഈ സ്കെലറ്റോൺ. പണ്ടത്തെ ഹീമാൻ കാർട്ടൂണൊക്കെ കണ്ടവർക്കറിയാം, മലയാളത്തിൽ അവനെ വിളിക്കുക അസ്ഥികൂടൻ എന്നൊക്കെയാണ്. എന്തായാലും അസ്ഥികൂടൻ അവിടെ വന്ന് ഇറങ്ങിയ പാട് തന്നെ രാജാവായിട്ടുള്ള റാൻഡോറിനെ നോക്കിയിട്ട് പറയാണ്, ആഹാ എങ്ങോട്ടേക്ക് ഈ ഓടി രക്ഷപ്പെടുന്നേ? പേടിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് വേണ്ടത് ആ വാളാണ്. ആ വാൾ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ എനിക്ക് ഭരിക്കാൻ കഴിയുമല്ലോ. എന്നപ്പം തന്നെ രാജാവ് രാജ്ഞിയോടും അതുപോലെ തന്നെ ആദത്തിനോടും പറയാണ്, നിങ്ങൾ വേഗം തന്നെ ഗ്രേസ്കൽ കോട്ടയിലേക്ക് പോവാ, അവിടെ മന്ത്രവാദിയുണ്ട്, ആ മന്ത്രവാദി നിങ്ങളെ സംരക്ഷിച്ചോളൂ എന്ന് പറയണം. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ ആൾക്കാരുമായിട്ട് രാജാവ് റാൻഡൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാണ്. മോശം പറയരുതല്ലോ, രാജാവ് നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ എണ്ണത്തിൽ കൂടുതൽ ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ രാജാവിന് അവസാനം കീഴടങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ആയുധം വെച്ച് നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴും പേടിക്കാതെ കയ്യിലുണ്ടായിരുന്ന വാള് വെച്ച് ഈ ഒരു സ്കെൽറ്റനെ വെട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാൽ അവൻ കുറച്ച് പിന്നിലായതുകൊണ്ട് തന്നെ അവൻ ആ ഒരു വെട്ടേൽക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ സ്കെലറ്റോർ പറയാണ്, നീ ഒന്നും ചെയ്യണ്ട, എനിക്ക് ആ വാള് തന്നാൽ മാത്രം മതി. എന്നാൽ രാജാവ് റാൻഡൽ പറയണ, ഒരു കാരണവശാലും നിനക്കത് കിട്ടാൻ പോകുന്നില്ല എന്ന്. അപ്പൊ ആ ഒരു ദേഷ്യത്തിന് രാജാവിനെ സ്കെലറ്റോർ കൊന്നുകളയാണ്. മാത്രമല്ല ഇപ്പൊ സ്കെലറ്റോറിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു മന്ത്രവാദിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമുക്ക് അവള് ഈവിൾ വിച്ച് എന്ന് പറയാം. അതായത് ഈ സ്കെലറ്റോറിന് വേണ്ടി ഡാർക്ക് മാജിക്ക് അതുപോലെ തന്നെ ടെലിപ്പോർട്ടേഷൻ അങ്ങനെ പല രീതിയിലുള്ള വലിയ വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു ദുഷ്ടയായിട്ടുള്ള മന്ത്രവാദിയാണ് ഈ ഈവിൾ വിച്ച്. എന്തായാലും ഇതേ നേരം തന്നെ നമ്മുടെ ക്യൂനും അതുപോലെ തന്നെ ആദവും ഗ്രേസ്കൽ കോട്ടയുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നല്ല മന്ത്രവാദിയുണ്ട്. അപ്പൊ ആ നല്ല മന്ത്രവാദി ഇപ്പൊ ആദത്തിനോട് പറയാണ്, ആദം വേഗം പോയിട്ട് ആ ഒരു വാൾ എടുക്കുന്ന പറയണം. അവൻ ആ ഒരു വാൾ എടുത്ത പാട് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു എനർജി അവന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അതേസമയം തന്നെ രാജ്ഞി ഈ മന്ത്രവാദിയോട് പറയുന്നുണ്ട്, അവരിപ്പോ ഇങ്ങെത്തും, അതിനു മുന്നേ എങ്ങനെയെങ്കിലും എന്റെ മകനെ രക്ഷിക്കണമെന്ന്, അതിന് നമുക്ക് വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് മന്ത്രവാദി വേഗം തന്നെ അവിടെ ഒരു പോർട്ടൽ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിലേക്ക് അവൻ കയറാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ രാജ്ഞി വന്നിട്ട്, അതായത് അവന്റെ അമ്മ പറയണ, മോനെ ഒരു കാരണവശാലും ഈ വാള് അത് നീ കളയാൻ പാടില്ല. ഇന്ന് ഈ ലോകത്തിൽ നിന്നും മോൻ എവിടെ പോയാലും തിരിച്ചിങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഈ വാള് മോൻ ആവശ്യമാണ്. മോൻ എന്തായാലും രക്ഷപ്പെട്ടോളൂ എന്ന് പറയണേ. ഇതേ നേരം തന്നെ സ്കെലറ്റോർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും അയാളുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് രാജ്ഞിയെ തെറിപ്പിച്ച് കളയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ മന്ത്രവാദി അവിടെ ഒരു മാജിക്കൽ ഷീൽഡ് ഉണ്ടാക്കിയിട്ട് ആദത്തിനോട് രക്ഷപ്പെടാൻ പറയണം. ആദ്യം വേഗം തന്നെ ആ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. വളരെ ശക്തമായിട്ട് ഏതോ ഒരു ലോകത്തിൽ അവനങ്ങനെ വലിച്ചെടുക്കപ്പെടുക. എന്നാൽ അമിതമായ ആ ഒരു വേഗതയിൽ അവന്റെ കയ്യിൽ നിന്നും ആ വാള് പിടുത്തം വിട്ടു പോവാണ്. അങ്ങനെ മറ്റൊരു ലോകത്തിലേക്ക് ആദം വന്ന് വീഴുന്നുണ്ട്. ആ ലോകമാണ് നമ്മുടെ ഭൂമി. ഭൂമിയിൽ അവൻ വന്ന് വീണത് ഒരു തടാകത്തിലാണ്. അന്ന് ആ തടാകത്തിൽ വന്ന് വീണപ്പോ അവന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ആ വാൾ അവന് നഷ്ടമായി. കഴിഞ്ഞ 15 വർഷമായിട്ട് അവൻ ആ വാള് തേടി നടക്കുകയാണ്. അവനിപ്പോ ഇന്നൊരു യുവാവായി മാറിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ കൂടെ ഡേറ്റിങ്ങിന് പോയിരിക്കുകയാണ്. മാത്രമല്ല അവളോടാണ് ഈ കഥ മുഴുവനും ആദ്യം പറയുന്നത്. അവളാണെങ്കിൽ ഈ കഥയെല്ലാം കേട്ട് ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇവനേതോ രാജ്യത്തെ രാജകുമാരനാണ്, കയ്യിലൊരു മാന്ത്രിക വാളുണ്ട്, അവന്റെ രാജ്യത്ത് സംസാരിക്കുന്ന പുലിയും പറക്കുന്ന ഡ്രാഗണും മന്ത്രവാദികളും എല്ലാം ഉണ്ട് എന്നാ ഇവൻ പറയുന്നത്. അപ്പൊ ആ ഒരു പെൺകുട്ടി എന്താ വിചാരിക്കുക, ഇവന് നല്ല വട്ടാണെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടി മനഃപൂർവ്വം ഒരു കാര്യം പറയാണ്, എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്, അങ്കമാലിയിലുള്ള എന്റെ ചിറ്റപ്പൻ വീട്ടിലേക്ക് വരുന്നു പറഞ്ഞിട്ടുണ്ടേ, അപ്പൊ ഞാൻ പോയിട്ട് നാളെ വരാൻ കേട്ടാ. ആ പെണ്ണെന്തായാലും നൈസായിട്ട് സ്കൂട്ടായി. ആകെ വിഷമിച്ച് സാഡായി നമ്മുടെ ആദം വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൻ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അവന്റെ കൂട്ടുകാരൻ അവിടെയുണ്ട്. അവന്റെ മുഖം കണ്ട പാടെ തന്നെ കൂട്ടുകാരന്റെ കാര്യം മനസ്സിലായി. ഇന്നും നിന്റെ കഥ അവളോട് പറഞ്ഞല്ലേ. അങ്ങനെ ആ പെൺകുട്ടിയും പോയി കിട്ടിയില്ലേ. എടാ നിനക്കെന്താ വട്ടാണോ? എടാ ചെറുപ്പത്തിൽ നിനക്ക് ആരെങ്കിലും ഇങ്ങനെ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ആ ഒരു ഓർമ്മയിലാണ് ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് നീ ജീവിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം പോയിട്ട് ഒരു ഡോക്ടറെ കാണും. ഇതും പറഞ്ഞ് അവന്റെ കൂട്ടുകാരൻ അവിടെ നിന്ന് പോവാണ്. എന്നാൽ പാവം ആദം
അവൻ പറയുന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. സങ്കടത്തിൽ അവൻ നേരെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ അവൻ വരച്ചു വെച്ച ഒരുപാടധികം ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരുടെ സങ്കല്പത്തിനൊത്ത ചിത്രങ്ങൾ വരക്കണമെന്ന് കുട്ടികളോട് ടീച്ചർമാർ പറയല്ലോ. അപ്പൊ ആദം വരച്ചിരുന്നത് അവന്റെ ലോകത്തിലെ സൂപ്പർ ഹീറോസിന്റെ ചിത്രങ്ങളായിരുന്നു. ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവന്റെ ലോകത്തിലെ സൂപ്പർ ഹീറോസ് ആണെന്ന് അവൻ പറഞ്ഞു. എല്ലാവർക്കും ഇത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. അതായത് ചെറുപ്പം മുതലേ ആദം ഇത് അനുഭവിക്കുന്നുണ്ട്. ആ റൂമിൽ അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ അവൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവന്റെ ഓർമ്മകൾ തന്നെയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എന്നത്തെയും പോലെ തന്നെ ജോലിക്ക് പോവാണ്. എന്നാൽ കമ്പനിയിൽ പോയിട്ട് അവിടുന്ന് മര്യാദക്ക് ജോലി ചെയ്യാതെ അവന്റെ കയ്യിൽ നിന്നും നഷ്ടമായ ആ ഒരു വാളുണ്ടല്ലോ, അതിന്റെ ഒരു ചിത്രം എല്ലാം വരച്ച് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇത് കണ്ടുപിടിച്ച് തന്നാൽ അതിന് പ്രതിഫലമായിട്ട് കാശ് തരും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോസ്റ്റ് ഇടുകയാണ്. എന്തായാലും ഈ കാര്യം അവന്റെ ബോസ് കാണുന്നുണ്ട്. അപ്പൊ തന്നെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, എന്റെ കുഞ്ഞു കുട്ടാപ്പിയെ നീ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരു പ്രാന്തനെ പോലെ ഈ വാളിന്റെ പിന്നാലെയുള്ള നിന്റെ ഈ നടത്തുണ്ടല്ലോ അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇനി എങ്ങാനും ഇത് ചെയ്താൽ നിന്റെ ജോലി പോകുന്നു പറയണം. എന്നാൽ ഈ സമയത്താണ് ഒരുത്തന്റെ മെസ്സേജ്. ആദം, നിങ്ങൾ പറഞ്ഞ ആ ഒരു വാൾ എവിടെയാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് കാശ് വേണമെന്ന് പറയാം. അപ്പൊ തന്നെ ആ ഒരു ഓഫീസിൽ നിന്നും ആദം എഴുന്നേറ്റ് ഓടുകയാണ്. അയാൾ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തി. അതൊരു വീഡിയോ ഗെയിം സ്റ്റോർ ആയിരുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ ആദത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എനിക്കത് നിനക്ക് കാണിച്ചു തരാനേ പറ്റുള്ളൂ, എടുത്തു തരാൻ കഴിയില്ല. ആദം പറയണം, അതൊന്നും കുഴപ്പമില്ല, എവിടെയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ വീഡിയോ ഗെയിം ഷോപ്പിൽ ഒരു സൂപ്പർ ഹീറോയുടെ ഒരു ശില്പമുണ്ട്. ആ ശില്പത്തിന്റെ കയ്യിലാണ് ഈ വാളുള്ളത്. എന്തായാലും അയാൾ ചോദിച്ച ആ ഒരു പണവും കൊടുത്ത് ഇപ്പൊ ഹീമാൻ ആയിട്ടില്ല. ആദം നേരെ ആ ശില്പത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അതിന്റെ കയ്യിൽ നിന്നും ആ വാൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അങ്ങോട്ടേക്ക് സ്റ്റാഫുകൾ ഓടി വരുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് എന്താ പ്രാന്താണോ? അല്ല, നിങ്ങൾ കക്കാൻ നോക്കുകയാണോ? മര്യാദക്ക് അതൊന്ന് പിടിവിടുന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആദം അതൊന്നും ശ്രദ്ധിക്കാതെ അത് പിടിച്ചു വലിച്ചു ഊരാൻ നോക്കുകയാണ്. ഇതിനിടയിൽ ആ ശില്പം താഴേക്ക് വീണ് അത് പൊട്ടിപ്പോയി. അങ്ങനെ ഇപ്പൊ ആ ഒരു വാള് അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് കയ്യിൽ കിട്ടിയതോട് കൂടിയിട്ട് അവന് ഭയങ്കര ആവേശമായി. ഞാൻ എന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ്, ദാ കണ്ടോ എന്റെ ശക്തി എന്ന് പറഞ്ഞിട്ട് അവൻ ആ വാളിങ്ങനെ ഉയർത്തി പിടിക്കുകയാണ്. ഒന്നും സംഭവിച്ചില്ല. എന്തായാലും അധിക നേരം ഇവിടെ നിന്ന പ്രശ്നമെന്ന് കരുതിയിട്ട് അവൻ വേഗം വീട്ടിലേക്ക് ഓടുകയാണ്. ആ സമയത്ത് അവന്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു. അവനോട് പറയാണ്, ഡാ കണ്ടോ ഇതാണ് എന്റെ വാള്. എന്തായാലും വേഗം അതുമായിട്ട് റൂമിലേക്ക് ചെന്ന് കതകടച്ച് അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. കുറെ നേരം അതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അവൻ വിചാരിച്ചതുപോലെ വാളിന് ഒരു ശക്തിയില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ അവൻ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസുകാർ വന്നിട്ടുണ്ട്. അല്ല പിന്നെ ഒരു കടയിൽ കയറി ഇതുപോലെ അലമ്പുണ്ടാക്കി അവിടുത്തെ സാധനം അടിച്ചു മാറ്റി കൊണ്ടുപോയാൽ പോലീസ് വരാതിരിക്കുമോ? എന്തായാലും അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് പോകണം. അങ്ങനെ ഒരു പാലത്തിന്റെ ഭാഗത്തേക്ക് എത്തി നോക്കുമ്പോൾ അവിടെ ഫുള്ള് ട്രാഫിക് ബ്ലോക്ക് ആണ്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലീസുകാർ നേരെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആദം ഒരു കാര്യം ശ്രദ്ധിച്ചു. എല്ലാ ആളുകളും പേടിച്ചോടുകയാണ്. അപ്പൊ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ആദം നോക്കുമ്പോൾ ഒരു വലിയ ബീസ്റ്റിനെ കാണുകയാണ്. അവനാകെ ഞെട്ടിപ്പോയി. അവന്റെ ചെറിയ ഓർമ്മയിൽ നിന്നും ആ ബീസ്റ്റ് ഏതാണെന്ന് അവൻ ഓർത്തെടുക്കാൻ പറ്റി. അതിന്റെ പേരാണ് ഗോഡ് മാൻ. അവിടെ ആകെ അലമ്പുണ്ടാക്കിയ ആ ഒരു ഗോഡ് മാൻ ഇപ്പൊ നമ്മുടെ ആദത്തിനെ കാണുകയാണ്. അപ്പൊ തന്നെ ആദത്തിന് ഒരു കാര്യം മനസ്സിലായി. അത് വന്നിരിക്കുന്നത് അവനെ തേടിയാണ്. അവന്റെ കാറിന്റെ മുകളിലേക്ക് ഈ ജീവി ചാടി വന്ന് ആ ഡോറ് വലിച്ചെടുക്കുകയാണ്. ഇതേ സമയം തന്നെ ആദം നോക്കുമ്പോൾ കാറിന്റെ തൊട്ടു മുന്നിൽ വാളുണ്ട്. അവൻ ആ വാളെടുത്ത് ഒരു ഭാഗത്ത് ചില്ലും തല്ലിപ്പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. എന്നാൽ അവന്റെ പിറകാലെ വന്ന ഈ ഒരു ഗോഡ്മാൻ ആണെങ്കിൽ ആ കാറെല്ലാം വലിച്ചെറിഞ്ഞ് അവനിട്ടൊരു ചവിട്ട് കൊടുക്കുകയാണ്. ആദം തെറിച്ചു പോയി വീഴുന്നുണ്ട്. അവന്റെ വാളാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയി വീഴുകയാണ്. ഇതേ നേരം തന്നെ ആ ഒരു ജീവി വന്ന് അവനെ അടിച്ചു കൊല്ലാൻ നോക്കുമ്പോൾ അതിന്റെ ദേഹത്തേക്ക് എന്തോ വന്ന് അടിക്കുകയാണ്. ഗോഡ്മാൻ തെറിച്ചുപോയി വീഴുന്നുണ്ട്. അപ്പൊ തന്നെ വലിയൊരു കുന്തവുമായിട്ട് ഒരു ലേഡി വന്നിട്ട് അതിനെ അടിച്ച് തെറിപ്പിച്ച് കളയുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ലേഡിയെ കണ്ട സമയത്ത് തന്നെ ആദത്തിന് അതാരാണെന്ന് മനസ്സിലായി. അവന്റെ കളിക്കൂട്ടുകാരിയായിട്ടുള്ള ടീല ഇത് നീയാണോ? അതുപോലെ തന്നെ ആദം അവിടെ വീണ് കിടക്കുന്ന കണ്ടപ്പോൾ ടീലയ്ക്കും അത്ഭുതമായി. ആദം നീയാണോ ഇത്? ആദം പറയണ അതെ. അല്ല, ആ ജീവി ഇതിനെ എന്നെ ആക്രമിക്കാൻ നോക്കുന്നത്? ടീല പറയണ അപ്പൊ നിനക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അവൻ ആരുടെ ആളാണെന്ന് അറിയോ? ആ സ്കെലറ്റോർ ഉണ്ടല്ലോ അവന്റെ ആളാണ്. മാത്രമല്ല നീ ആ വാള് കണ്ടുപിടിച്ചല്ലേ? നീ അതിൽ തൊട്ടപ്പത്തിന് ഒരു സിഗ്നൽ അവർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നെ പിടിക്കാനായിട്ട് ഈ ഒരു ബീസ്റ്റിനെ ഇങ്ങോട്ടേക്ക് അയച്ചത്. വാ നമുക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് അവനുമായിട്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും ടീലയെ ആ ബീസ്റ്റ് വന്ന് ചവിട്ടി തെറിപ്പിക്കുകയാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ആ വാളുമായിട്ട് ആദം അതുപോലെ തന്നെ ടീല രണ്ടുപേരും ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടുകയാണ്. എന്നാൽ അവരുടെ മുന്നിലേക്ക് വീണ്ടും ആ ബീസ്റ്റ് വന്നിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ട്രക്ക് വന്നിട്ട് അവൻ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. ഈ ഗ്യാപ്പിന് ടീല അവനെയും കൂട്ടി നേരെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവളുടെ ഒരു ഷിപ്പിന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ ആ ഒരു ഷിപ്പ് കണ്ട് ഭൂമിയിലെ മനുഷ്യരൊക്കെ ആകെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും അവർ അതിൽ കയറി വേഗം തന്നെ അതുമായിട്ട് പോകാൻ നോക്കുമ്പോൾ വീണ്ടും ഈ ഒരു ഗോഡ്മാൻ വരികയാണ്. എന്നാൽ അവനെ വീണ്ടും ഒരു തന്ത്രത്തിലൂടെ പറ്റിച്ച് പെട്ടെന്ന് തന്നെ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കി ഇവർ നേരെ അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ആദൻ ടീലയെ നോക്കിയിട്ട് ടീല നീ ഒരുപാട് മാറിപ്പോയി എന്ന് പറയണം. എന്നാൽ ആദത്തിനോട് ടീല മറ്റൊരു കാര്യം പറയണം, ഞാൻ മാത്രമല്ല നമ്മുടെ രാജ്യം എറ്റേണിയ മുഴുവനായിട്ട് മാറിപ്പോയിരിക്കുന്നു. അങ്ങനെ അവസാനം ഇവർ എറ്റേണിയിലേക്ക് എത്തുകയാണ്. എറ്റേണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ആദം ഞെട്ടിപ്പോവാണ്. പണ്ട് കണ്ടതുപോലെയുള്ള ശാന്ത സുന്ദരമായ ഭംഗിയുള്ളതൊന്നും ആയിരുന്നില്ല
മാത്രമല്ല അവന്റെ ആ രാജ്യവും അവിടുത്തെ ആ ഒരു കോട്ടകളും എല്ലാം വല്ലാത്തൊരു വൃത്തികെട്ട രീതിയിൽ ഡാർക്ക്നെസ്സിൽ മുങ്ങിക്കിടക്കുകയാണ്. ടീലയും ടീലയുടെ ആൾക്കാരും ഇവരാരും ഇപ്പോൾ ഇവിടെയല്ല താമസിക്കുന്നത്, മറ്റൊരു സ്ഥലത്ത് രഹസ്യമായി ഒളിച്ചു താമസിക്കുകയാണ്. എന്തായാലും ഇവർ ഇതിലൂടെ പോകുന്നത് ആ സ്കെലറ്റോറിന്റെ ഒരാൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതേ സമയം ഭൂമിയിലേക്ക് വന്ന് ആദത്തിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയ ആ ഒരു ഗോട്ട്മാൻ ഉണ്ടല്ലോ, അവനിപ്പോ സ്കെലറ്റോറിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ പോയ ദൗത്യം തോറ്റതുകൊണ്ട് തന്നെ അവനെ നന്നായിട്ട് പണിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്കെലറ്റോർ. എന്നാൽ ഗോട്ട്മാൻ പറയാണ്, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ പണിഷ് ചെയ്യരുത്, എന്നെ വേദനിപ്പിക്കല്ലേ. ഒരു സത്യം ഞാൻ പറയാം, അവന്റെ കയ്യിൽ ആ വാളുണ്ട്, ആ കാര്യം 100% ഉറപ്പാണ്. അതുപോലെ തന്നെ അവന്റെ ഇടയിലേക്ക് ആ ടീല കയറി വന്നു, അതുകൊണ്ടാണ് എനിക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റാതിരുന്നത്. എന്തായാലും അവന്റെ കയ്യിൽ ആ വാളുണ്ടല്ലോ, എനിക്ക് അത് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ സ്കെലറ്റോർ നേരെ സിംഹാസനത്തിൽ പോയിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഇവന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഈവിൾ വിച്ച് വന്ന് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് ഈ രാജ്യം മുഴുവനായിട്ട് സ്വന്തമായി കഴിഞ്ഞില്ലേ? ഒരുപാട് പേർ നിങ്ങൾ പറയുന്നത് കേട്ട് അത് ചെയ്യാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ പിന്നെ എന്തിനാണ് ആ ഒരു വാള് തേടി പോകുന്നത്? ആ വാളിന്റെ ശക്തിയൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ? എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന സ്കെലറ്റോർ ഈവിൾ വിച്ചിനെ പിടിച്ച് നന്നായിട്ട് വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം പറയാണ്, എനിക്ക് വേണ്ടത് ഈ രാജ്യം മാത്രമല്ല, ഈ ലോകം മുഴുവനും. ആ വാള് കൈ കിട്ടിയ ഒരു ദൈവത്തിന്റെ ശക്തി എനിക്ക് കിട്ടും, അത് വെച്ച് ഈ ലോകം മുഴുവൻ എനിക്ക് അടക്കി വാഴണം, അതാണ് എന്റെ സ്വപ്നം. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ നമ്മുടെ ആദവുമായിട്ട് രക്ഷപ്പെട്ടു പോയ ടീല വലിയൊരു കുഴിയുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. അതിന്റെ ഉള്ളിൽ രഹസ്യമായ ചെറിയൊരു നഗരം ഇവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇവരെല്ലാവരും താമസിക്കുന്നത്. എന്തായാലും ഇവരങ്ങോട്ടേക്ക് പോകുന്നത് സ്കെലറ്റോറിന്റെ ഒരാൾ കാണുന്നുണ്ട്. അതുപോലെ ആദത്തിനെയും കൂട്ടി ടീല ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ബാക്കിയുള്ള ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പ്രധാനമായിട്ടും ഫിസ്റ്റോ വന്ന് ചോദിക്കുകയാണ്, അല്ല ഇവൻ തന്നെയാണ് ആദം എന്ന് നിനക്ക് എന്താണ് ഉറപ്പ്? അവന്റെ കയ്യിലുള്ള ആ ഒരു വാള് അത് ഒറിജിനൽ തന്നെയാണോ, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കോ? എന്റെ ടീല, നീ ഒറ്റടിക്കവനെ വിശ്വസിക്കേണ്ട, ചിലപ്പോ ആ സ്കെലറ്റോറിന്റെ ഒരു ചാരനായിരിക്കും എന്ന് ആദം പറയണം. ഞാൻ ആദം തന്നെയാണ്, വേണമെങ്കിൽ എന്റെ ID കാർഡ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഭൂമിയിലെ ID കാർഡ് അതെടുത്ത് കാണിച്ചു കൊടുക്കണം. വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ഈ സമയത്ത് അങ്ങോട്ടേക്ക് റാംമാൻ വരുന്നുണ്ട്. അതായത് ആ ഇരുമ്പിന്റെ ഹെൽമെറ്റ് എല്ലാം ഇട്ട് നടക്കുന്ന ആ ആളുണ്ടല്ലോ, അയാൾ തന്നെ ഭയങ്കര ശക്തിമാനാണ്. എന്തായാലും റാംമാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എന്നെ നിനക്കറിയോ, എന്റെ പേര് ഓർമ്മയുണ്ടോന്ന്? എന്നാൽ ആദത്തിന് അവന്റെ കറക്റ്റ് പേര് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. എന്നാലും അവൻ ചെറുപ്പത്തിൽ വിളിക്കുന്ന ഒരു ഇരട്ട പേരുണ്ട്, അത് ഞാൻ പറയാന്ന് പറയണം. ഇപ്പൊ അവൻ ചോദിക്കുകയാണ്, എന്താണ് ആ ഒരു പേര്? ഇരുമ്പ് മുറൻ. അപ്പൊ തന്നെ അവന് ജയിലടക്കാൻ വേണ്ടിയിട്ട് ഈ ഫിസ്റ്റോ പറയണം. ആദത്തിന് മാത്രമല്ല ടീലയും തൽക്കാലം ആ സെല്ലിൽ പൂട്ടിയിടുകയാണ്. ആ സെല്ലിൽ കയറിയപ്പോൾ വല്ലാത്തൊരു നാറ്റം, കാരണം ഇവരെ കൂടാതെ വേറെ ആൾ കൂടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ടീലയോട് ആദ്യം ചോദിക്കുകയാണ്, അല്ല നമ്മളെന്തിനാണ് ഇതുപോലെ ഇവിടെ പൂട്ടി വെച്ചിരിക്കുന്നത്? അപ്പൊ ടീല പറയാണ്, അതായത് പുറത്തുനിന്ന് ആര് വന്നാലും ഇങ്ങനെ തന്നെയാണ്, ഒറ്റയടിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഇതേ സമയത്ത് ആദം അവിടെ ഒരു റോബോട്ടിനെ കാണുന്നുണ്ട്. അതിനെ കണ്ട് ആദം ആകെ ഞെട്ടിപ്പോവാണ്. കാരണം അവനുണ്ടായിരുന്ന സമയത്ത് ഒരു യുദ്ധവീരനായിരുന്നു ഈ റോബോട്ട്. എന്നാൽ അവനിപ്പോ ചെയ്യുന്ന പണി കണ്ടോ, നിലം ക്ലീൻ ചെയ്യുക, തുണി എടുത്തു വെക്കുക. ആദത്തിന് ഇത് കണ്ട് വല്ലാത്ത അത്ഭുതം തോന്നുന്നുണ്ട്. ഇപ്പൊ ടീല പറയണേ, എടാ അവനെ കൊണ്ട് ഇപ്പൊ വലിയ ഉപകാരമൊന്നുമില്ല, അവന്റെ പ്രോഗ്രാമൊക്കെ ആകെ മാറ്റി, ഇപ്പൊ നിലം വൃത്തിയാക്കലും തുണി എടുത്തു വെക്കലൊക്കെയാണ് അവന്റെ ജോലി. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഈ ഫിസ്റ്റോ അതുപോലെ തന്നെ റാംമാൻ ഇവർ രണ്ടുപേരും ആദം കൊണ്ടുവന്ന ആ ഒരു വാള് അത് പരിശോധിച്ച് നോക്കുകയാണ്. നോക്കുമ്പോൾ ഇത് ഒറിജിനൽ വാള് തന്നെയാണ്. അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇതേ സമയത്താണ് പുറത്തു നിന്നും ഒരു സൈറൻ മുഴങ്ങുന്നത്. അതായത് ശത്രുക്കൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. ജയിലിന്റെ ഉള്ളിൽ കിടക്കുന്ന ടീലയ്ക്കും ആദത്തിനും അത് മനസ്സിലായി. അപ്പൊ തന്നെ ടീല ആ ഒരു വാതിൽ തുറക്കാൻ നോക്കുകയാണ്, എത്രയും പെട്ടെന്ന് പുറത്തു പോയിട്ട് അവരെ സഹായിക്കണമെന്ന്. എന്നാൽ അവളെ കൊണ്ട് ആ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ആദം ആ റോബോട്ടിനോട് പറയണം, റോബോട്ടെ എത്രയും പെട്ടെന്ന് ഈ വാതിൽ എന്തായാലും നീ തകർത്ത് കളയുന്നു. റോബോട്ടിന് ഇത് ആദമാണ് രാജകുമാരൻ എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ റോബോട്ട് പോയിട്ട് ആ വാതിൽ ഒരു തള്ളാണ്, ഒറ്റപ്പൊളിയല്ല. അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ടീല ഉള്ളിൽ തന്നെ നിൽക്കാണ്. വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ, നിക്ക്, എനിക്ക് എന്റെ അച്ഛനെ കൂടെ കൂടണമെന്ന് പറയാം. നിന്റെ അച്ഛനോ? എവിടെ? ദാഗി കിടക്കുന്നെന്ന് പറയാണ്. അതായത് ഇവർ കയറി വന്നപ്പോൾ ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, മുഷിഞ്ഞു നാർന്ന ഒരാൾ. അത് മറ്റാരും ആയിരുന്നില്ല, ഒരു കാലത്ത് എറ്റേണിയുടെ പടനായകനായിട്ടുള്ള ഡുക്കാനായിരുന്നു. അത് ഡുക്കാന്റെ ഈ അവസ്ഥ കണ്ട് ആദം ആകെ ഞെട്ടിപ്പോണ്. അല്ലതെന്തേ നിങ്ങൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്താണ് ടീല പറയുന്നത്, എറ്റേണിയെ നഷ്ടമായ പിന്നെ അച്ഛന്റെ കിളി തന്നെ പോയ അവസ്ഥയാണ്. എപ്പോഴും കുടിച്ചുകൊണ്ട് ആരോടും സംസാരിക്കാതെ അങ്ങനെ നടക്കും. അതുകൊണ്ട് ഒരു ശല്യമായപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് ഇവിടെ പൂട്ടിയിട്ടാണ്. ഇപ്പൊ ആദം പറയണ, ഡുക്കാൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ, ഞാനാണ് രാജകുമാരൻ ആദം. അപ്പൊ ആദത്തിന് നോക്കി ഡുക്കാൻ, അയിന് ഞാനെന്താ ചെയ്യണ്ടേ? വീണ്ടും ഇത് പറഞ്ഞു കിടന്നുറങ്ങാൻ നോക്കുകയാണ്. എന്നാൽ വേഗം തന്നെ റോബോ ഇയാളെയും ചുമലിലിട്ട് പുറത്തേക്ക് വരികയാണ്. എന്നാൽ അപ്പോഴേക്കും ശത്രുക്കൾ ഉള്ളിലേക്ക് വന്ന് ആക്രമണം നടത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ നേരം ആദത്തിന്റെ കയ്യിൽ ആ ഒരു വാളെത്തിയിട്ടുണ്ട്. ഇപ്പൊ റാംമാൻ പറയാണ്, നീ തൽക്കാലം ഈ വാളുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് ശത്രുക്കളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എന്നാൽ അവിടെ ഒളിച്ചിരുന്ന സ്നൈപ്പേഴ്സ് ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അത്ര എളുപ്പത്തിൽ ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. ഇതേ നേരം തന്നെ സ്കെലറ്റോറിന്റെ പടയാളികൾ പ്രധാനിയായിട്ടുള്ള ട്രാപ്പ് ജോയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ആദം പറയാണ്, നല്ല രീതിയിൽ ആൾക്കാരെ വർത്താനം പറഞ്ഞ് പിടിച്ചിരുത്തുന്ന കാര്യത്തിൽ ഞാൻ മുടുകനാണ്, അതുകൊണ്ട് ഞാൻ അവരോട് പോയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ആ വാളും തോളിലിട്ട് നമ്മുടെ ആദം നേരെ ഈ ട്രാപ്പ് ജോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സമാധാനപരമായിട്ട് സംസാരിക്കുകയാണ്. അല്ലാശാനെ, നമുക്ക് കാര്യങ്ങൾ ഒരു സമാധാനത്തിന്റെ രീതിയിൽ പറഞ്ഞു തീർത്താ പോരെ, ഒരടിയുടെയും വഴക്കിന്റെ ആവശ്യമുണ്ടാ? പറഞ്ഞു തീർന്നില്ല, അപ്പൊ തന്നെ കിട്ടി നെഞ്ചത്തേക്ക് ഒരു ചവിട്ട്. എഴുന്നേറ്റ് ചെന്ന ആദം അവനൊന്ന് അറ്റാക്ക് ചെയ്യാൻ
ചെയ്യാൻ നോക്കിയെങ്കിലും ഇത്രയും ബലവാനായിട്ടുള്ള ഈ ഒരു ട്രാപ്പ് ജോയെ അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും ട്രാപ്പ് ജോ അവനെ പിടിച്ച് ഒരേറ്റ ഏറ് കൊടുക്കുകയാണ്. ഇതേ നേരം അവിടെ ഒളിച്ചിരുന്ന ടീല പറയണേ, എടാ മണ്ട, കയ്യിലുള്ള ആ ഒരു വാൾ ഉപയോഗിക്കുക, അതിന്റെ ശക്തി ഉപയോഗിക്കുക. ആ വാള് കയ്യിലുണ്ടല്ലോ, എന്നാ പിന്നെ അത് അങ്ങോട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് ആദം ആ വാൾ അങ്ങോട്ട് ഊരിയെടുക്കുകയാണ്. ഇതേ സമയത്തിന് ഒരു ഇലൂഷൻ പോലെ ആ മന്ത്രവാദി അവന്റെ മുന്നിലൂടെ വന്നു പോവാണ്. ഒരു കാര്യം പറയുന്നുണ്ട്, ഗ്രേസ്കേൽ കോട്ടയുടെ ശക്തി എന്ന്. എന്തായാലും അപ്പൊ തന്നെ ആദം ഗ്രേസ്കേൽ കോട്ടയുടെ ശക്തി എന്ന് പറഞ്ഞ ആ ഒരു വാള് മുകളിലേക്ക് ഉയർത്തിയ സമയത്ത് അവിടുത്തെ കാലാവസ്ഥ ആകെ മാറിയാണ്. മുകളിൽ നിന്നും ഒരുപാട് ഇടിമിന്നൽ താഴേക്ക് വീഴാൻ തുടങ്ങുകയാണ്. മാത്രമല്ല അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജിയുടെ പ്രവാഹം തന്നെ ഉണ്ടാവുന്നുണ്ട്. അതിൽപ്പെട്ട് ശത്രുക്കൾ ഒരുപാട് പേര് തെറിച്ചു പോവാണ്. മാത്രമല്ല നിലത്തവിടെ ചവിട്ട് നിന്നിരുന്ന ആദം പതിയെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങുകയാണ്. അവന്റെ വസ്ത്രങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയായി, പകരം മറ്റൊരു കവചം വരികയാണ് അവന്. അതുപോലെ തന്നെ അവന്റെ മസിലുകൾ അത് ഭയങ്കരമായിട്ട് വികസിക്കാൻ തുടങ്ങുകയാണ്. ഭൂമിയിലെ എന്നല്ല, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ ഒരു പോരാളിയായിട്ട് മാറുകയാണ്. അങ്ങനെ അവൻ താഴോട്ടേക്ക് വന്നു നിന്നു. പൂർണ്ണമായിട്ടും അവനിപ്പോ ഒരു ഹീമാനായി മാറിക്കഴിഞ്ഞു. ഇതേ നേരം തന്നെ ട്രാപ്പ് ജോ അവന് അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരൊറ്റ ചവിട്ടാണ്. ട്രാപ്പ് ജോ തെറിച്ചു പോയി വീഴുന്നുണ്ട്. മാത്രമല്ല അവന്റെ ആ ഒരു ഇരുമ്പ് കൈ നമ്മുടെ ഹീമാൻ പറിച്ചെടുക്കുകയാണ്. അതുപയോഗിച്ച് തന്നെ അവന്റെ ബാക്കിയുള്ള ആൾക്കാരെ കൊന്നു കളയുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരോടും വേഗം തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. മാത്രമല്ല സ്കെലറ്റോർ അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് വരുന്നു പറയണം. അങ്ങനെ ഇവരെല്ലാവരും വേഗം തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അപ്പോഴാണ് സ്കെലറ്റോറും ഈവിൾ വെച്ചും അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ രക്ഷപ്പെട്ട ആരെയും വെറുതെ വിടാൻ പാടില്ല, എല്ലാവരെയും പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ സ്കെലറ്റോർ പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഓരോരുത്തരും ഓരോ ഷിപ്പുമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ സ്കെലറ്റോറിന്റെ ആൾക്കാരുടെ ഷിപ്പുകൾ ഇവരുടെ പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ ടീല് പറയാണ്, ഇതിന്റെ ബേക്കിൽ ഒരു ബൈക്ക് ഉണ്ട്, പറക്കുന്ന ബൈക്കാണ്, നീ അത് എടുത്തു പോയിട്ട് അവന്മാരൊന്ന് അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കുന്നു പറയണം. അങ്ങനെ അത് ഓടിക്കാൻ അറിയില്ലെങ്കിലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ ആദം, ഇപ്പൊ അതല്ലല്ലോ ഹീമാനല്ലേ, ഹീമാൻ ആ ഒരു ബൈക്കുമായിട്ട് ഈ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആശാന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ. എന്നാൽ അപ്പൊ തന്നെ ആ ബൈക്കിന്റെ മൂട്ടിലേക്ക് 2 വെടികൊള്ളുവാണ്. അപ്പൊ തന്നെ അതിന്ന് കാറ്റും പുകയും പുറത്തേക്ക് വന്നിട്ട് അതിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അതിപ്പോ താഴേക്ക് വീഴുമെന്ന അവസ്ഥ വന്നപ്പോൾ ഹീമാൻ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മരത്തിൽ കറങ്ങി തൂങ്ങി പിടിക്കുകയാണ്. മാത്രമല്ല അവൻ ഇടിക്കാൻ വന്ന 2 ഷിപ്പുകൾ പരസ്പരം കൂട്ടിയിടിച്ച് അത് നശിച്ചു പോകുന്നുണ്ട്. മൂന്നാമത്തെ ഒരെണ്ണം വന്നപ്പോൾ അതിലേക്ക് ഹീമാൻ ചാടി ഇറങ്ങി അതിന്റെ ചില്ല് കുത്തിപ്പൊട്ടിച്ച് ഉള്ളിലുണ്ടായിരുന്ന ആളെ വലിച്ചെടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് ആ ഷിപ്പുമായിട്ട് പോവാണ്. എന്നിട്ട് നേരെ നമ്മുടെ ടീല പോകുന്ന ആ ഒരു ഷിപ്പ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ വീണ്ടും മറ്റൊരു ഷിപ്പ് വരികയാണ്. അതിന്റെ മുൻഭാഗത്തായിട്ട് വലിയൊരു ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് വെച്ച് ഹീമാൻ ഇപ്പൊ പോകുന്ന ആ ഒരു ഷിപ്പിനെയും തകർക്കാണ്. ഹീമാൻ ഒന്നും നോക്കിയില്ല, ടീലയുടെ ഷിപ്പിന്റെ മുകളിലേക്ക് എടുത്ത് ചാടുകയാണ്. ഇപ്പൊ ആ ഷിപ്പിനെയും ഈ ബ്ലേഡ് വെച്ച് മുറിക്കാൻ നോക്കുമ്പോൾ ഹീമാൻ എന്ത് ചെയ്തു, ആ ബ്ലേഡിൽ കയറി ഒരൊറ്റ പിടുത്തമാണ്. കാരണം ഇപ്പൊ ഒരു ഗോഡ് ലെവൽ പവർ ഉണ്ടല്ലോ. എന്നിട്ട് ആ ഒരു ബ്ലേഡിൽ കറക്കി തൂക്കി ഒരൊറ്റ ഏറാണ്. എന്നാൽ അപ്പോഴേക്കും ടീലയുടെ ആ ഒരു ഷിപ്പിനും നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് വീഴാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും ഹീമാനും ഇതിൽ നിന്നും തെറിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ടീലയുടെ ഷിപ്പും വീഴാണ്. ഇതേ നേരം തന്നെ സ്കെലറ്റോറിന്റെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരെയും പിടിച്ചു. ടീലയും അതും അതുപോലെ തന്നെ ഡുക്കാനും മാത്രമേ അവന്റെ കയ്യിൽ കിട്ടാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവരെയും പിടിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ സ്കെലറ്റോർ ചോദിക്കുന്നത്, ആ വാളുമായി വന്ന പയ്യൻ അവൻ ആരാണ്? ആരും ഒന്നും മിണ്ടിയില്ല കേട്ടോ. ഇതേ സമയത്തിന് ആ കൂട്ടത്തിൽ ഒരുത്തനെ പിടിച്ച് കരിച്ചു കളയാണ് സ്കെലറ്റോർ. ഇനി പറ അവൻ ആരാണ്? അപ്പോഴും ആരും ഒന്നും മിണ്ടിയില്ല. ഈ സമയത്ത് കൂട്ടത്തിലെ ചെറിയൊരു പെൺകുട്ടി പിടിച്ച് അവളെയും ഇതുപോലെ കരിച്ചു കളയും എന്നൊരവസ്ഥ വന്നപ്പോ ഇപ്പൊ ഫിസ്റ്റ് പറയാണ്, അവനാണ് പ്രിൻസ് ആദം, കിങ് റാൻഡോറിന്റെ മകൻ, നമ്മുടെ രാജാവ്. ഇത് കേട്ടപ്പോ സ്കെലറ്റോർ, ഓഹോ ആ പയ്യനാണല്ലേ, അന്ന് ഞാൻ പിടിക്കാൻ പോയപ്പോ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ പയ്യൻ, അവൻ മരിച്ചിട്ടില്ല അല്ലേ? ശരി, ഇനി അവനെ ഞാൻ പിടിച്ചോളാം. ഇതേ സമയം തന്നെ ഷിപ്പ് തകർന്ന് താഴേക്ക് വീണെങ്കിലും ടീലയും ഡുക്കാനും രക്ഷപ്പെട്ടു. ഇപ്പൊ ടീല ഡുക്കാനെ കുറെ അങ്ങോട്ട് ചെയ്ത് പറയണം, നിങ്ങൾ കാരണമാണ് ഒരു പരിധി വരെ ഇതെല്ലാം സംഭവിച്ചത്. ഒരുപാട് പേർ പോരാടി, എന്നാൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഒരു കാലത്ത് പടനായകനായിരുന്നില്ലേ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കുടിച്ച് തോന്നിയതുപോലെ നടക്കുന്നു. നിങ്ങളെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ലല്ലോ. ഇതും പറഞ്ഞ് ചീത്ത പറഞ്ഞ് അവൾ അവിടുന്ന് പോവാണ്. എന്ന് ഇതേ സമയം തന്നെ ടീല എടുത്തു വെച്ച ഒരു പെട്ടി ഡുക്കാൻ കാണുന്നുണ്ട്. ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ ഡുക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റ്, ഷീൽഡ് ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെ നിലത്ത് വീണെടുക്കുന്ന ആരത്തിനെ കാണിക്കുകയാണ്. അവന്റെ തൊട്ടു മുന്നിൽ ആ ഒരു വാള് മണ്ണിൽ കുത്തി അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ ഒരു പക്ഷിയും വന്നിരിക്കുന്നുണ്ട്. അത് ആ മന്ത്രവാദിയാണെന്ന് അവന് മനസ്സിലായി. മാത്രമല്ല ആ പക്ഷി അവനോട് പറയുന്നുണ്ട്, ഈ എറ്റാനിയ ഇതിനെ രക്ഷപ്പെടുത്തി ഇനി ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത് നീയാണ് എന്നൊക്കെയാണ്. എന്നാൽ ബാക്കി എന്തെങ്കിലും ആ ഒരു പക്ഷി പറയുന്നതിന് മുന്നേ തന്നെ ഒരു ശബ്ദം കേട്ട് പക്ഷി വേഗം പാറിപ്പോവാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആദം നോക്കിയപ്പോ അത് നമ്മുടെ ടീലയായിരുന്നു. അപ്പൊ ടീലയെ കണ്ടപാടിന് ആദം പറയണം, ഷോ നീ വന്നതുകൊണ്ട് ആ ഒരു മന്ത്രവാദി പറന്നുപോയി എന്ന് പറയണം. എന്നാൽ ടീല പറയുന്നത്, ഏത് ആ ഒരു പക്ഷിയോ? അതാണോ മന്ത്രവാദി? അത് മന്ത്രവാദിയൊന്നുമല്ല. അന്ന് എറ്റേനിയെ സ്കെലറ്റോർ പൂർണ്ണമായിട്ടും കീഴടക്കിയതിനു ശേഷം മന്ത്രവാദിനെ ആരും കണ്ടിട്ടില്ല. അതൊക്കെ പോട്ടെ, മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇപ്പൊ ആദം പറയണേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇതിനുശേഷം ഇവര് രണ്ടുപേരും ആ ഷിപ്പിന്റെ അടുത്തേക്ക് പോകണം. ആ സമയത്ത് അവിടെ ഒരാളെ കണ്ട് ടീല ഞെട്ടിപ്പോകുന്നുണ്ട്. അവൾ അച്ഛൻ
അച്ഛനെ തന്നെ. താടിയെല്ലാം ഷേവ് ചെയ്ത് മുടിയെല്ലാം ഏകദേശം കട്ട് ചെയ്ത് കുറച്ച് വൃത്തിയിലിരിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ഷീൽഡും ഇട്ടിട്ടുണ്ട്. അപ്പൊ ടീല് ചോദിക്കണം, അച്ഛാ നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഇപ്പൊ ഡുക്കാൻ പറയണം, നീയല്ല പറഞ്ഞത് എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപയോഗവും ഇല്ലാന്ന്. ഞാൻ എന്തായാലും ആ പഴയ സ്വഭാവത്തിലേക്ക്, ആ പഴയ ക്യാരക്ടറിലേക്ക് വരാൻ പോവാണ്. അതുപോലെ തന്നെ ആദം ഇപ്പൊ ഒരു പോരാളിയായി മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ ഡുക്കാൻ പറയാണ്, നിന്റെ അച്ഛൻ ഇപ്പൊ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് അഭിമാനിച്ചേനെ. അപ്പൊ ആദം പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമില്ല, എന്റെ അച്ഛന് ഒരിക്കലും എന്നോട് സ്നേഹം തോന്നിയിട്ടില്ല. അച്ഛന് എന്നോട് എന്തോ ദേഷ്യമുള്ളതുപോലെയാണ്. എന്നാൽ ഡുക്കാൻ പറയാണ്, ആദം ഞാൻ ഒരു കഥ നിനക്ക് പറഞ്ഞു തരട്ടെ. ഒരു അമ്മക്കിളിക്ക് കുറേ അധികം കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങൾ ആ കൂട്ടിൽ തന്നെ കുറേ കാലം നിന്ന് കഴിഞ്ഞാൽ അവറ്റകൾ പറക്കാൻ പഠിക്കില്ല. ശത്രുക്കൾ വന്നാൽ അവറ്റകൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് അമ്മക്കിളി എന്ത് ചെയ്തെന്നറിയോ? ആ കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്നും തള്ളി താഴെയിട്ടു. എന്തിനാണ്? അവറ്റകൾ സ്വയം പറക്കാൻ പഠിക്കാനായിട്ട്. വരാനിരിക്കുന്ന ആപത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെയുള്ള കഴിവുകൾ വേണ്ടേ? അതുപോലെ തന്നെയാണ് നിന്റെ അച്ഛൻ നിന്നോട് ചെയ്തത്. നീ നല്ലൊരു യോദ്ധാവായി കാണുമെന്ന് ആ മനുഷ്യൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാതെ നിന്നോട് യാതൊരു ദേഷ്യമോ വെറുപ്പോ ഞങ്ങളുടെ രാജാവിന്, അതായത് നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല. എന്തായാലും നമ്മുടെ കുമാരൻ ആദം ഒരുവിധം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അങ്ങനെ സമയം കുറെ മുന്നോട്ടേക്ക് പോകണം. ഇപ്പൊ രാത്രിയായപ്പോ വെട്ടിത്തിളങ്ങുന്ന വെളിച്ചങ്ങൾ ആകാശത്ത് രൂപപ്പെടുന്നുണ്ട്. ഇപ്പൊ അതിൽ ഒരാളെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. മറ്റാരുമല്ല, സ്കെലറ്റോൺ. അവന്റെ കയ്യിലുണ്ടായിരുന്ന ടെക്നോളജി വെച്ച് അവൻ ചെയ്തൊരു പരിപാടിയാണിത്. എന്തായാലും ഇങ്ങനെ ചെയ്താൽ ഈ സ്ഥലത്തിന്റെ എവിടെ നമ്മുടെ ആദം ഉണ്ടെങ്കിലും അവൻ ഇത് കാണാൻ കഴിയുമെന്ന് സ്കെലറ്റോറിന് അറിയാം. എന്തായാലും സ്കെലറ്റോർ ഇപ്പൊ ഉറക്കനെ പറയുന്നുണ്ട്, നീ ഇത് കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ആദം. എന്നാൽ നിന്നോടായിട്ട് ഞാനിപ്പോ ഒരു കാര്യം പറയാണ്. നിന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇത് കേട്ട് ആദം ഒന്ന് ഞെട്ടുകയാണ്. അതുപോലെ തന്നെ സ്കെലറ്റോർ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിനക്ക് അവരെ തിരിച്ചു തരാം, അതുപോലെ നിങ്ങളുടെ കൂട്ടാളികളെയും തിരിച്ചു തരാം. പക്ഷെ അതിന് പകരമായിട്ട് എനിക്ക് ആ വാള് തരണം. എന്തായാലും നീ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ സ്കെലറ്റോർ അവിടുന്ന് അപ്രത്യക്ഷനാവുകയാണ്. ഇതേ സമയം തന്നെ ആദം അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുമ്പോൾ ഇപ്പൊ ടീല് ചോദിക്കുകയാണ്, അപ്പൊ നീ ആ ഒരു വാള് കൊടുക്കാൻ പോവാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പിന്നീട് ജയിക്കാൻ കഴിയില്ല. അപ്പൊ ആദം പറയാണ്, ആര് പറഞ്ഞു കൊടുക്കാൻ പോവാണെന്ന്? ഞാൻ അവനെ തോൽപ്പിച്ച് എന്റെ അമ്മയും അച്ഛനെയും നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി പോവാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ ഞങ്ങളും വരാന്ന് പറഞ്ഞിട്ട് ടീലയും ഡുക്കാനും ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ കൂടെ ആ ഒരു റോബോ ഉണ്ടല്ലോ, അവനും കൂടെ ചേരുകയാണ്. അങ്ങനെ സ്കെലറ്റോണിന്റെ കോട്ടയുടെ അടുത്തേക്ക് ഇവരെത്തിയിട്ടുണ്ട്. എന്നാൽ അതിനുള്ളിലേക്ക് ആദത്തിന് മാത്രമേ കയറ്റി വിടുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവരെയും കെട്ടിയിടുകയാണ്. ഉള്ളിലേക്ക് കയറി ആ സ്കെലറ്റോറിനെ കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ ഒരു യുദ്ധത്തിലൂടെ അവനെ തോൽപ്പിച്ച് അച്ഛനും അമ്മയെ രക്ഷപ്പെടുത്തണം. ഇതായിരുന്നു ആദത്തിന്റെ പദ്ധതി. അങ്ങനെ അവൻ ഉള്ളിലേക്ക് കയറി വാളെടുക്കുകയാണ്. സ്കെലറ്റോറിനെ കണ്ടു ആക്രമിക്കാൻ നിൽക്കുമ്പോഴാണ് ഇപ്പൊ സ്കെലറ്റോർ അവന്റെ തുറുപ്പ് ചീട്ടായിട്ടുള്ള ആദത്തിന്റെ അച്ഛനെ മുൻനിർത്തുന്നത്. താടിയെല്ലാം വളർന്ന് ആകെ ഒരു പിച്ചക്കാരന്റെ കോലത്തിലായിട്ടുണ്ട്. അച്ഛനെ കണ്ട ആദം ഒന്ന് ഞെട്ടിപ്പോവാണ്. ഈ അവസ്ഥയിൽ അവന്റെ അച്ഛനെ കാണുമെന്ന് ആദം ഒരിക്കലും വിചാരിച്ചതല്ല. ഇപ്പൊ സ്കെലറ്റോർ പറയുന്നുണ്ട്, നിനക്ക് നിന്റെ അച്ഛനെ ഞാൻ ഒരു കുഴപ്പമില്ലാതെ തരാം, നിന്റെ എല്ലാ ആൾക്കാരെയും തരാം, പക്ഷെ പകരമായിട്ട് നീ എനിക്ക് ആ ഒരു വാള് തരണം എന്ന് പറയണം. എന്നാൽ ആദം പറയാണ്, ഞാൻ എന്റെ അച്ഛനെയും അമ്മയും എന്റെ കൂട്ടക്കാരെയും കൊണ്ടുപോകും, പക്ഷേ ഈ വാള് തരില്ല, നിന്നോട് ആ യുദ്ധം തന്നെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓഹോ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സ്കെലറ്റോർ ഇപ്പൊ അവന്റെ ആളുകളെ പറഞ്ഞേക്കാണ്. എന്നാൽ ശക്തരായിട്ടുള്ള ആ പോരാളികളെ എല്ലാവരെയും ആദം ഇപ്പൊ തോൽപ്പിക്കുകയാണ്. മാത്രമല്ല പിന്നീട് സ്കെലറ്റോറിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഒരു അദൃശ്യമായ ശക്തി അവനെ തടയാണ്. അത് ഒപ്പിച്ചു വെച്ചത് മറ്റാരുമല്ല, ഈവിൾ വിച്ച് ആയിരുന്നു. ആ അദൃശ്യ വലയം അത് താണ്ടിക്കൊണ്ട് അവനിക്ക് പോവാൻ കഴിയുന്നില്ല. ഇപ്പൊ ദേഷ്യം വന്ന ആദം അവന്റെ വാൾ സ്കെലറ്റോറിന്റെ നേരെ നീട്ടുകയാണ്. അതിനുള്ളിൽ നിന്നും ഒരു ഇടിമിന്നൽ പുറത്തേക്ക് വന്ന് ആ ഭാഗത്തെ കോട്ടയുടെ ഭാഗം തകർന്നു പോകുന്നുണ്ട്. കല്ലുകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. അപ്പോഴേക്കും സ്കെലറ്റോർ അവിടുന്ന് രക്ഷപ്പെട്ടെങ്കിലും അതിനടിയിൽ അവന്റെ അച്ഛൻ പെട്ടുപോവാണ്. പെട്ടെന്ന് തന്നെ ആദം അങ്ങോട്ടേക്ക് ചെന്ന് ആ ഒരു കല്ലുകളൊക്കെ മാറ്റുകയാണ്. അവന്റെ അച്ഛനാണെങ്കിൽ മരിക്കാൻ കിടക്കുന്ന അവസ്ഥയിലാണ്. എന്നാൽ ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ എനിക്ക് ഒരുപാട് സന്തോഷമായി, നീ ഇങ്ങനെ ആയി തീരാനായിരുന്നു എന്റെ ആഗ്രഹം. ആരുടെ മുന്നിലും തോൽക്കാൻ പാടില്ല, ഒരു ജനതയെ നയിക്കേണ്ടവനാണ് നീ, ധീരനായി തന്നെ എന്റെ മോൻ ജീവിക്കണം. ഇത് പറഞ്ഞ് അവന്റെ കയ്യിൽ കിടന്ന് അവന്റെ അച്ഛൻ മരിച്ചു പോവാണ്. സങ്കടം വന്ന ആദം കരയുന്ന സമയത്ത് അവനെ പിന്നിൽ നിന്നും സ്കെലറ്റോർ ആക്രമിക്കുകയാണ്. അയാളുടെ കയ്യിലെ ആ മാന്ത്രിക വടി ഉപയോഗിച്ച് അവന്റെ തലക്കടിച്ച് അവന് ബോധം കെടുത്തുകയാണ്. അതോടുകൂടിയിട്ട് അവന്റെ കയ്യിൽ നിന്ന് വാള് നഷ്ടമായി, അവന്റെ ശക്തി എല്ലാം പോയി. അവന്റെ വസ്ത്രവും രൂപവും അത് പഴയതുപോലെ ആയിട്ടുണ്ട്, ഒരു പെയിന്റും ഷർട്ടും ഒക്കെ ആയിട്ട്. അങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന നമ്മുടെ ആദത്തിനെ ഇവർ ജയിലിൽ കൊണ്ടുപോയി പൂട്ടുകയാണ്. അവിടെയാണ് ബാക്കിയുള്ള എല്ലാവരും ഉള്ളത്. മാത്രമല്ല ആ കൂട്ടത്തിൽ ആദത്തിന്റെ അമ്മയുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം ആദത്തിനെ കാണുന്നതുകൊണ്ട് തന്നെ അവർക്ക് സന്തോഷമാകുന്നുണ്ട്, സങ്കടമാകുന്നുണ്ട്. എന്തായാലും ഇപ്പൊ സ്കെലറ്റോറിന്റെ കയ്യിൽ ആ വാള് കിട്ടിയല്ലോ, ഗോഡ് ലെവൽ പവർ കിട്ടാൻ പോവാണെന്ന് കരുതിയിട്ട് ഇപ്പൊ സ്കെലറ്റോർ ആ വാൾ മുകളിലേക്ക് ഉയർത്തുകയാണ്, ഗ്രേസ്കെൽ കോട്ടയുടെ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അവനൊന്നും കിട്ടുന്നില്ല, ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ഇത് കണ്ട് സ്കെലറ്റോറിനാകെ ഭ്രാന്ത് പിടിക്കുകയാണ്. എന്താ ഇവിടെ ഒന്നും സംഭവിക്കാത്തത്? ദേഷ്യം വന്ന് ഈവിൾ വിച്ചിന്റെ കഴുത്തിന് വരെ കയറി പിടിക്കുന്നുണ്ട്. മര്യാദക്ക് പറഞ്ഞോ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ അവള് പറഞ്ഞു, നമുക്കിനി എന്തെങ്കിലും ചടങ്ങ് കൂടെ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിലോ അതുകൂടെ പൂർത്തിയാക്കിയിട്ട് പോരെ ഈ വാളിന്റെ ശക്തി എടുക്കൽ. എന്നാൽ ഇപ്പോ ഈ സ്കെലറ്റോർ ഒരു കാര്യം ആലോചിക്കുകയാണ്.
ഒരു കാര്യം ചെയ്താലോ, നമുക്ക് എന്തായാലും ആ ഗ്രേസ്കൽ കോട്ടയിലേക്ക് പോയി ഈ വാൾ അവിടെ വെച്ച് ആ വാൾ എന്റെ കൈ കൊണ്ട് തന്നെ എടുത്താലോ, അപ്പൊ ചിലപ്പോൾ ശക്തി കിട്ടിയാലോ. അത് നല്ലൊരു ഐഡിയ ആണെന്നും പറഞ്ഞ് ഇവരെല്ലാവരും നേരെ ഗ്രേസ്കൽ കോട്ടയിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ആദത്തിനെ കാണിക്കുന്നുണ്ട്. അവിടെ വെച്ച് അവന്റെ ഒരു പഴയ സുഹൃത്തിനെയും കാണുന്നുണ്ട്. മറ്റാരുമല്ല, ആ വരയും പുലി തന്നെ. അവനിപ്പോ വളർന്ന് വലുതായി ഒരു കാളക്കൂറ്റിനെ പോലെ ആയിട്ടുണ്ട്. എന്തായാലും വരയും പുലി നമ്മുടെ ആദത്തിനെ കണ്ട ഉടനെ വന്ന് നിൽക്കാൻ തുടങ്ങുകയാണ്. മാത്രമല്ല ആദം ഇപ്പൊ എല്ലാവരോടുമായിട്ട് പറയാണ്, ഈ ജയിലിൽ ഇങ്ങനെ കിടന്നാൽ മതിയോ, നമുക്ക് പുറത്തേക്ക് കിടക്കണ്ടേ. ആ സമയത്ത് ഫിസ്റ്റോ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ജയിൽ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് ടൈറ്റാനിയം കൊണ്ടാണ്, ഇത് തകർക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. ആ സമയത്ത് ആദം പറയാണ്, ആയിക്കോട്ടെ, എന്നാൽ ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മുകളിലെ ആ ഒരു പാറയിലല്ലേ, ആ പാറ നമ്മൾക്ക് തകർക്കാൻ പറ്റിയാലോ. അപ്പൊ തന്നെ ഡുക്കാന് കാര്യം മനസ്സിലായി. അയാളുടെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ റോബോട്ട് ഉണ്ടല്ലോ, അവന്റെ ആ ഒരു ചിപ്പ് ഉണ്ട്, ആ പുതിയ ചിപ്പ് എടുത്ത് അവൻ ഇട്ട് കൊടുക്കുകയാണ്. അതായത് അവൻ പഴയതുപോലെ തന്നെ ഒരു യുദ്ധവീരനാവുകയാണ്. അവന്റെ കൈകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആയുധമായിട്ട് മാറുകയാണ്. അവൻ എന്ത് ചെയ്തു, ആ പാറയുടെ മുകൾ ഭാഗം വെടിവെച്ച് തകർക്കാണ്. ഇപ്പോ ടൈറ്റേനിയം കമ്പികളൊക്കെ പൊട്ടിപ്പോവാണ്. അതെല്ലാം തള്ളി മാറ്റി അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരെ ഇവരെല്ലാവരും നേരിടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ സ്കെലറ്റോണും ആ മന്ത്രവാദിയും അതുപോലെ തന്നെ അവന്റെ ആളുകളും ഗ്രേസ്കേൽ കോട്ടയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അധികം വൈകാതെ തന്നെ ആദവും ആദത്തിന്റെ ആൾക്കാരും കൂടെ നേരെ ഇപ്പൊ ഗ്രേസ്കേൽ കോട്ടയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അവിടെ ഈ ഒരു സ്കെലറ്റോറിന്റെ ആൾക്കാരുണ്ടാവുമല്ലോ, അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആദവും കൂട്ടരും നോക്കിയെന്നില്ല, അവരും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ഫിസ്റ്റോ അതുപോലെ തന്നെ റോമാന് മെക്കാനിക്കോ എല്ലാവരും ശത്രുക്കൾക്കെതിരെ നേരിടുന്ന സമയത്ത് ആദം ഇപ്പോ അവന്റെ ആ ഒരു വരയും പുലിയും അതുപോലെ തന്നെ ടീലയും ഡുക്കാനിയും പിന്നെ ആ ഒരു റോബോട്ടോ ഇവരെയും കൂട്ടിയിട്ട് നേരെ ഗ്രേസ്കേൽ കോട്ടയിലേക്ക് പോവുകയാണ്. എന്നാൽ അവിടെയും സ്കെലറ്റോറിന്റെ ആൾക്കാരുണ്ടായിരുന്നു. ഈ സമയത്ത് ഡുക്കാൻ പറയാണ്, ഒരു കാര്യം ചെയ്യും ആദം, നീയും ടീലയും അതുപോലെ തന്നെ വരംപുലിയും നിങ്ങൾ 3 പേരും നേരെ ഗ്രേസ്കേൽ കോട്ടയിലേക്ക് പോയിക്കോ. ഇവിടെയുള്ള ആൾക്കാരുടെ കാര്യം ഞാനും അതുപോലെ തന്നെ റോബോട്ടോയും നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാർ ഇവർ രണ്ടുപേരും നേരിടുകയാണ്. ഈ സമയത്ത് ആദവും ടീലയും കൂടെ നമ്മുടെ വരയംപുലിയുടെ ദേഹത്ത് കയറി നേരെ ഗ്രേസ്കേൽ കോട്ടയിലേക്ക് പോകണം. ഇതേ നേരം തന്നെ സ്കെലറ്റോർ ആണെങ്കിലോ ആ വാള് ഗുഹയിൽ വെച്ചിട്ട് രണ്ടാമത് എടുക്കാൻ നിൽക്കുമ്പോൾ ആദ്യം അങ്ങോട്ടേക്ക് പാഞ്ഞു വന്ന് സ്കെലറ്റോർ എടുക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു വാൾ അവൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് സ്കെലറ്റോറിനെ നേരിടുകയാണ്. അതുപോലെ തന്നെ ടീല പോയിട്ട് ഈവിൾ വിച്ചിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ അങ്ങോട്ടേക്ക് ഗോട്ട്മാൻ വരുന്നുണ്ട്. അവനെ നേരിടുന്നത് നമ്മുടെ വരയംപുലിയാണ്. ഇതേ സമയം തന്നെ പുറത്തുണ്ടായിരുന്ന ആ ഒരു ഫൈറ്റിൽ ഡുക്കാനോ റോബോട്ടയും ജയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷത്തിൽ ഇവർ നിൽക്കുമ്പോഴാണ് ഷിപ്പുമായിട്ട് ഒരുത്തൻ അങ്ങോട്ടേക്ക് വരുന്നത്. ട്രാപ്ജോ തന്നെ. അവൻ വന്നപാട് ചെയ്യുന്നത് നമ്മുടെ റോബോട്ട് ഉണ്ടല്ലോ അവന് നോക്കി ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അപ്പോഴേക്കും ഡുക്കാൻ ചാടി രക്ഷപ്പെട്ടു. പക്ഷേ റോബോട്ടോ അവൻ അപ്പോഴേക്കും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ദേഷ്യം വന്ന ഡുക്കാൻ ഇപ്പൊ ആ ഒരു ഷിപ്പിന്റെ മുകളിലേക്ക് ചാടി കയറി അതിന്റെ ചില്ല് ഇടിച്ചു പൊളിച്ച് നേരെ അതിന്റെ ഉള്ളിലേക്ക് കയറി. ഈ ട്രാപ്ജോ ഉണ്ടല്ലോ അവന്റെ താടിയിൽ വലിച്ചൂരി അതിന്റെ ഉള്ളിലേക്ക് ഒരു ഗ്രാനേഡും കുത്തിക്കയറ്റി താഴേക്ക് ചാടി ഇറങ്ങാണ്. അപ്പോഴേക്കും അവന്റെ വായിൽ വെച്ച് ആ ഒരു ബോംബ് പൊട്ടി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇതേ സമയത്ത് തന്നെ ഗ്രേസ്കേൽ കോട്ടയുടെ ഉള്ളിൽ വെച്ച് ആദം അതുപോലെ തന്നെ സ്കെലറ്റോർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ അതിശക്തനായിട്ടുള്ള സ്കെലറ്റോർ ആദ്യത്തിനിടയിലുള്ള ആ ഒരു ഫൈറ്റിൽ അവന്റെ വാള് തന്നെ അടിച്ച് പൊട്ടിച്ചു കളയാണ്. അതിൽ ആകെ ഷോക്കായി പോയി. മാത്രമല്ല ആ കഷ്ണം വാള് കൊണ്ട് അവന്റെ വയറ്റിലേക്ക് സ്കെലറ്റോർ കുത്തി കയറ്റി അവനങ്ങനെ പൊക്കിയെടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, തീർന്നടാ, നീയും തീർന്നു, നിന്റെ വാളും തീർന്നു, ഇനി ഈ ലോകത്തിൽ എന്നെ തോൽപ്പിക്കാനായിട്ട് ആരും വരാൻ പോകുന്നില്ലല്ലോ. ഇത് കണ്ട് ടീലയും ആകെ ഞെട്ടിപ്പോവാണ്. അതായത് അവരുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ആ വാളായിരുന്നു ഇവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്തായാലും സ്കെലറ്റോർ ആദത്തിനെ കുത്തിയപ്പോൾ അവനൊരു അബോധാവസ്ഥയിലേക്ക് പോവാണ്. മാത്രമല്ല അവനൊരു ഇലൂഷൻ കാണാൻ കഴിഞ്ഞു. ഭൂമിയിലെ അവന്റെ വീടുണ്ടല്ലോ, ഒരുപാട് പുസ്തകവും പേപ്പറുകൾ അവന്റെ ആ ഒരു വീട്, ഇപ്പോ അവൻ അവിടെ കണ്ണു തുറക്കാണ്. മാത്രമല്ല അവിടെ ഒരു പക്ഷി വന്നിരിക്കുന്നുണ്ട്. ആ പക്ഷി അത് മറ്റാരുമല്ല, നമ്മുടെ മന്ത്രവാദി തന്നെയാണ്. ഇപ്പൊ മന്ത്രവാദിയോട് ആദം പറയാണ്, എല്ലാം കഴിഞ്ഞു, ആ വാള് നശിച്ചുപോയി. ഇതേ നേരം തന്നെ മന്ത്രവാദിയായിട്ടുള്ള ആ ഒരു പക്ഷി പറയാണ്, ആരാ പറഞ്ഞ എല്ലാം കഴിഞ്ഞെന്ന്? നിനക്ക് തോന്നുന്നുണ്ടോ ആ വാളാണ് നിനക്ക് ശക്തി തരുന്നതെന്ന്? അല്ല, ഗ്രേസ്കേൽ കോട്ടയാണ് നിനക്ക് ശക്തി തരുന്നത്. എപ്പോഴാണ് നിനക്ക് ആ ഒരു ശക്തി കിട്ടുന്നത്? ഗ്രേസ്കേൽ കോട്ട എന്ന് ഉറക്കനെ നീ പറയുമ്പോഴല്ലേ. അതായത് ശരിക്കും ആ പവർ ഉള്ളത് നിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. ആ വാൾ നിനക്ക് തരുന്നത് വെറും ഒരു കവചം മാത്രമാണ്. അതുകൊണ്ട് പോയി ഫൈറ്റ് ചെയ്യ്, അവനെ തോൽപ്പിക്കുന്നു പറയാണ്. ഇപ്പൊ ശരിക്കും ആദ്യം കണ്ണു തുറക്കാണ്. അവന്റെ നെഞ്ചിൽ വല്ലാത്തൊരു പ്രകാശം വരുന്നുണ്ട്. അതുപോലെ ആ പൊട്ടിയ വാൾ അവന്റെ വയറ്റിൽ നിന്നും അവൻ ഊരിയെടുക്കുകയാണ്. അതേ നേരം തന്നെ അത് പഴയതുപോലെ റീക്രിയേറ്റ് ആയി വരുന്നുണ്ട്. എന്നിട്ട് പൂർണ്ണമായ ആ വാൾ എടുത്ത് മുകളിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് അവന് ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗ് പറയാണ്. ഗ്രേസ്കേൽ കോട്ടയുടെ ശക്തി എന്നുള്ളിൽ ഒതുങ്ങുമാ ശക്തി കൂടി വാ. ആഹാ, ഈ ഡയലോഗ് കേട്ടാലുണ്ടല്ലോ ഒരുപാട് 90s കിഡ്സിന്റെ രോമം എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ ആരുടെയെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടാ. അങ്ങനെ ആ വാക്ക് ഉച്ചരിച്ചതോട് കൂടിയിട്ട് ഹീമാൻ പൂർണ്ണമായിട്ടും ഒരു ശക്തനായി മാറുകയാണ്. എല്ലാ പവറും അവന് തിരിച്ചു കിട്ടി. അതോടുകൂടിയിട്ട് സ്കെലറ്റോറിന് അവനോടൊന്നും മുട്ടി നിൽക്കാൻ കഴിയുന്നില്ല. ഓരോ ഇടിയിലും സ്കെലറ്റോർ ദൂരേക്ക് തെറിച്ചു വീഴണം. അപ്പൊ ഇത് കണ്ടപ്പോൾ നമ്മുടെ ഈവിൾ വിച്ചിനൊരു കാര്യം മനസ്സിലായി, ഇനി ഇവിടെ നിന്നാ പണി പാളുന്നു. അതുകൊണ്ട് അവള് നൈസായിട്ട് മുങ്ങുകയാണ്. ഇതേ നേരം തന്നെ സ്കെലറ്റോറിനെ അടിച്ച് തോപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആദം. അതുപോലെ തന്നെ
സ്കെലറ്റോർ അവന്റെ അവസാനത്തെ ആയുധമായിട്ട് അവന്റെ ആ ഒരു മാജിക്കലായിട്ടുള്ള ആ വടി ഉപയോഗിക്കാൻ നിൽക്കുകയാണ്. എന്നാൽ ആദ്യം ആ സാധനം അങ്ങ് ഇറക്കി പിടിച്ച് ഇത് വെച്ചല്ലടാ നീ എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് ഞെക്കി പൊട്ടിച്ചു കളയാണ്. ശരിക്കും അതായിരുന്നു സ്കെലറ്റോറിന്റെ ശക്തി എന്ന് പറയുന്നത്. അതില്ലാതായതോട് കൂടിയിട്ട് അവൻ പൂർണ്ണമായിട്ടും തോക്കുകയാണ്. അതുപോലെ തന്നെ പുറത്തുണ്ടായിരുന്ന യുദ്ധത്തിൽ നമ്മുടെ ആദത്തിന്റെ ആൾക്കാർ ജയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡുക്കാനും അങ്ങോട്ടേക്ക് കയറി വരികയാണ്. എന്റെ പ്രൊണൗൺസിയേഷൻ കുറെയൊക്കെ തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. ഡുക്കാൻ എന്നല്ല ഡുങ്കൻ അങ്ങനെ എന്തോ ആണ്, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല. അതുപോലെ ഹീമാന്റെ കുറച്ചൊക്കെ എപ്പിസോഡ് കണ്ടു എന്നല്ലാതെ ഒരു ഭയങ്കരമായിട്ടുള്ള ഹീമാൻ ഫാനൊന്നും അല്ല കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഹീമാൻ കോമിക്സിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഓക്കെ, എന്തായാലും കഥയിലേക്ക് തിരിച്ചു വരാം. യുദ്ധത്തിൽ ഇപ്പൊ ഇവരെല്ലാവരും ജയിച്ചല്ലോ. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു പോവാണ്. മാത്രമല്ല എറ്റേണിയുടെ ആ ഒരു നല്ല കാലത്തിലേക്ക് അധികം വൈകാതെ തന്നെ ആ രാജ്യം തിരിച്ചു വരികയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് നമ്മൾ വിചാരിച്ച റോബോട്ടയെ പൂർണ്ണമായിട്ടും നമ്മുടെ ഡുങ്കൻ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതായത് അവിടുത്തെ പടനായകൻ. മാത്രമല്ല പടനായകൻ ഇപ്പൊ നമ്മുടെ ആദിത്യനോട് ചോദിക്കാണ്, ഇവിടെയുള്ള എല്ലാവർക്കും നീ ഓരോ വട്ടപ്പേര് വെച്ചിട്ടുണ്ട്, ശരിക്കും നീ നിനക്ക് എന്ത് പേരാടാ വെച്ചിട്ടുള്ളത്? അപ്പൊ നമ്മുടെ ആദ്യം പറയാണ്, എന്തിനാണ് പുതിയൊരു പേര്? അത് തന്നെ ഹീമാൻ. ഇതേ സമയത്ത് തന്നെ എന്തോ ഒരു അപകടം എവിടെയോ നടക്കാൻ പോവാന്ന് ഹീമാന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം വരാം, എന്റെ ദൗത്യം വന്നിരിക്കുകയാണ്, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വരയും പുലിയും കൂട്ടിയിട്ട് ആദം നേരെ ഗ്രേസ്കൽ കോട്ടയിലേക്ക് പോവാണ്. മാത്രമല്ല പൂർണ്ണമായ ആ ഒരു ശക്തിയിലേക്ക് മാറി. അതായത് ആദം ഹീമാനായി മാറി നമ്മുടെ വരയൻ പുലിയുടെ ദേഹത്ത് കയറിയിട്ട് അവനും ഇപ്പൊ ഒരു കവചൊക്കെ ഉണ്ട് കേട്ടാ. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ അടുത്ത ദൗത്യത്തിനായിട്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമ തീരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കഥയിൽ ക്യാരക്ടേഴ്സിന്റെ പേര് പറയുന്ന സമയത്ത് പല മിസ്റ്റേക്കുകളും എനിക്ക് വന്നു പോയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ പറയുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.